ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. 2 പൊട്ടാറ്റോ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്ത് എടുക്കാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്സ് റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോയാലോ? ഈ സ്നാക്സ് ടൊമാറ്റോ സോസ് മുക്കി കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണക്ക് വലുതുള്ളൂ, ബാക്കിയൊക്കെ ചെറുതാ. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എടുത്താലും മതി. നമുക്കൊരു പീലർ വെച്ചിട്ട് ഒന്ന് പീൽ ചെയ്തിട്ട് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവാനായിട്ട് വലിയ പീസസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മാഷർ വെച്ചിട്ട് നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കുറച്ച് മതിയെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു 3 ബ്രെഡ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. കുഴച്ച് വെച്ച മാവ് ഇതുപോലെ ഷേപ്പിന് കട്ട് ചെയ്യാൻ പാകത്തിൽ നീട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കുറച്ച് ഷേപ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഫോണ്ടന്റിൻ്റെ ഒരു മോൾഡ് ഇട്ടിട്ട് ഉണ്ടാക്കിയ ഷേപ്പാണിത്. ഇത് റോൾ ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്ത് ഫോർക്ക് വെച്ചിട്ട് അമർത്തിയിട്ടുള്ള ഷേപ്പാണിത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അത് കാരണം കുറച്ച് നേരം തന്നെ ഫ്രൈ ചെയ്താൽ മതി. അതും ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ കളർ ആയാൽ മതി. നന്നായി മുരിഞ്ഞിടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. Thanks for watching.